ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സിനിമ ചരിത്രത്തില് വളരെ കുറവാണ് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ ഡയറക്ട് ചെയ്യുക. അങ്ങനെ ഒരു സംഭവം എന്നൊക്കെ പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ താങ്കൾക്ക് അങ്ങനെ ഒരു കാര്യം, ഒരു വലിയൊരു കാര്യം ചെയ്തേക്കാണ്. അപ്പൊ ആ ഒരു മൈൽ സ്റ്റോൺ എങ്ങനെയാണ് നോക്കി കാണുന്നത്? നല്ല രീതിയിൽ നോക്കാം. ഒരുപാട് സിനിമ നമ്മുടെ എന്താ എന്റെ സിനിമ ഉണ്ടല്ലോ, ബാഹുബലി, പിന്നെ RR, പിന്നെ നമ്മുടെ തമിഴ് ഉണ്ടല്ലോ ഇപ്പൊ ഇറങ്ങി മറ്റേ എന്ത് ജയറാമൊക്കെ മുട്ട ഇതൊക്കെ അങ്ങായിട്ട് ശബ്ദിച്ചതിന്റെ അതുപോലെ ശബ്ദിച്ചതിൻ്റെതുണ്ട്. അങ്ങനത്തെ സിനിമ നല്ല സിനിമ എന്റെ അതുപോലെ ശബ്ദിച്ചുണ്ട്, അതുപോലെ ശബ്ദിച്ചതിൻ്റെതുണ്ട്. അതൊക്കെ ചെയ്യുന്നത് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഇതേപോലത്തെ പൊന്നിയിൻ സെൽവം അല്ലെങ്കിൽ ബാഹുബലി എന്നൊക്കെ പറയുമ്പോ നമുക്ക് എന്നും മലയാള സിനിമയില് ഭയങ്കരമായിട്ട് എല്ലാരും ഇപ്പൊ കണ്ടാലും നമുക്കൊരു അത്ഭുതം തോന്നുന്ന ടൈപ്പ് സിനിമയല്ലോ. അങ്ങനത്തെ ഫാന്റസീസ് എടുക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥ എഴുതണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. കയ്യിലുണ്ട്. 2 വർഷം കഷ്ടപ്പെടാം. ആ സിനിമ ഫുൾ സ്ക്രിപ്റ്റ് സിനിമ. അത് ഞാൻ 2 വർഷം മുന്നേ സ്ക്രിപ്റ്റ്, അത് ഫുൾ സ്ക്രിപ്റ്റ്. അതും കഥ പറയാനല്ലോ ബാഹുബലിയല്ല, അത് വേറെ ലോകത്തെ കഥയാണ്. അതെ, ഞാൻ അടുത്ത കൂട്ടുകാർക്ക് അറിയാം എന്റെ കഥയും കാര്യങ്ങളും. ഇപ്പൊ നമ്മള് ചിലവരെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്, ഒരു സ്പെഷ്യൽ കിഡാന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ എംപതി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചിട്ട് അങ്ങനെ മാറ്റി നിർത്തണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? വേണ്ട, പലപ്പോഴും സിമ്പതീസ് ആണ് കൂടുതൽ പറയാറ്. അതെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അതാണ് കാര്യം. എനിക്ക് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്താണ്, അതാണ് വേണ്ടത്. സിമ്പതി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ സിമ്പതിക്ക് നമ്മളെ പറ്റുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. അത് ചെയ്തു കൊടുത്താൽ അതായത് ഇപ്പൊ ഇനി ഞാൻ കേട്ടായിരുന്നു 8 സ്ക്രിപ്റ്റ് എന്തോ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ 8-നേക്കാളും ഉണ്ടോ കയ്യില്? അപ്പൊ കൊറേ കഥയായിട്ട് 6 അപ്പൊ എപ്പോഴും നമുക്ക് ഇനി അടുത്തൊരു സിനിമ അത്തരം പടങ്ങൾ ചെയ്യണമെങ്കിൽ 2ാമത് പ്ലാൻ ചെയ്ത് ക്ലിക്കാക്കും. ഇപ്പൊ ചെയ്ത പടങ്ങൾ ഒരു ലാംഗ്വേജ് സിസ്റ്റം കുഴമ്പാല ഇങ്ങനത്തെ വ്യക്തി പടം ചെയ്യും. ആ രീതിയിൽ ഇപ്പൊ പടം കാണുന്നു, അത് മാറും. ആ ചിന്ത മാറിയിട്ട് നല്ലൊരു സിനിമ ചെയ്യുന്ന ഡയറക്ടർ ആവും. അതായത് നോർമൽ പേഴ്സൺ ചെയ്ത് അടിപൊളി സിനിമ ചെയ്ത ഒരു ലേബൽ വേണം. എന്നാൽ മാത്രം നമുക്ക് സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല, മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല, മലയാള സിനിമയ്ക്ക് എനിക്ക് ആവശ്യമില്ല. അപ്പം നമ്മൾ കുറച്ച് ബെറ്ററായിട്ട് കുറച്ച് സിനിമ ചെയ്യും. ഇപ്പൊ മലയാളം അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഭാഷയിൽ സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? ഏത് ഭാഷയാണ്? മലയാളം അല്ലാണ്ടേ ഏതെങ്കിലും വേറെ ഭാഷയിൽ പോയിട്ട് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? ഏത് ഭാഷയില് ചെയ്യണം? ഹിന്ദിയും തമിഴിലോ? അതെന്താ ഹിന്ദി തമിഴ് എന്ന് പറയുന്നത്? ഹിന്ദി തമിഴ് ആരെ വെച്ചിട്ട് ചെയ്യണം? ഹിന്ദിയിലാണെങ്കിലും. പക്ഷെ എന്നാലും ഇന്ന ആൾ, ഇപ്പൊ നമ്മള് സിനിമയുടെ കഥയൊക്കെ എഴുതുമ്പോ ഇന്ന ആൾ അഭിനയിച്ച കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാറുണ്ടോ? ഇല്ല, നമ്മള് അതിനനുസരിച്ചിട്ട് ആളുടെ അനുസരിച്ചിട്ട് മാറ്റാൻ. ഞാൻ സാധാരണ കഥ എഴുതുമ്പോ എനിക്ക് കഥാപാത്രത്തെ ഞാൻ കഥ എഴുതുള്ളൂ, എന്നാണ് ചെയ്യണം എന്ന്. പക്ഷെ പിന്നീട് അത് എഴുതി കഴിയുമ്പോഴായിരിക്കും ഇന്നാല് ചെയ്താൽ കുറച്ച് ബെറ്റർ ആവും, ഇന്നാല് ചെയ്താൽ ഇന്ന് ക്യാരക്ടർ ഇന്നാല് ചെയ്താൽ അടിപൊളിയാവും, അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റും.